ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മാരേജ് ലൈഫ് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് മാരേജ് ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് എന്നുള്ളത്. എനിക്ക് ധാരാളം കോളുകൾ വരാറുണ്ട്. അഡ്ജസ്റ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളാണുള്ളത്, ഞങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്, ഈ മാരേജ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ വളരെയധികം കുറവായതുകൊണ്ട് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് പറയുന്നത്, മാരേജ് ലൈഫ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കണം. ഒരാൾ മുകളിൽ ഒരാൾ താഴെ എന്നുള്ള രീതിയിലായിരിക്കരുത്. ഒരു ഓർഡറിങ് മെൻറ്റാലിറ്റിയിൽ നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, അങ്ങനെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുക, അഥവാ സ്നേഹത്തോടു കൂടി സംസാരിക്കുക, ദയയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു ഫ്രണ്ട്ലി ടോക്ക് ആവാം, ഒരു ഫ്രണ്ട്സിനെ പോലെ ആവാം. അത്തരത്തിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ ഹ്യൂമറസ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പായിട്ട് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കെമിസ്ട്രിയും ഇൻറ്റിമസിയും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും സെക്സ് ലൈഫ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സെക്സ് ലൈഫ് ഒരുപാട് നാളായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള അകൽച്ച വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു പകരം ഇടയ്ക്കിടയ്ക്കെങ്കിലും സെക്സ് ലൈഫ് രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേർക്കും ലൈഫിൽ ഉയരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും പിന്തുണയും ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരെയും ലിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് രണ്ടു കൂട്ടർക്കും ഉണ്ടാവണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർ, അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ, അവർ വിജയിച്ച് കാണണമെന്ന് നമ്മൾ അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുക. നേരെ മറിച്ച് ഈഗോ ഒക്കെ വർക്കൗട്ടായിട്ട് നീ അങ്ങനെ വളരണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ലൈഫ് വളരെയധികം സ്പോയിലർ ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വളരണം, വിജയിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബി ഓണസ്റ്റ് എന്നുള്ളതാണ്. സത്യസന്ധമായിട്ടിരിക്കുക. അത് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കള്ളങ്ങൾ പറയാതിരിക്കുക, നുണ പറയാതിരിക്കുക. നുണ പറയാതിരുന്നാൽ തന്നെ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളതാണ്. സോ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നുണ പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലീഡറും ആവണം, ഫോളോവറും ആവണം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരാളെങ്ങനെയാണ് ലീഡർ ആവുക, അതേസമയം ഒരാളെങ്ങനെ ഫോളോവർ ആവുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് അറിയണ്ടായിരിക്കത്തില്ല, ആ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയണ്ടാവും. അപ്പോൾ ഞാനത് ഭാര്യയോട് ചോദിക്കുന്ന സമയത്ത് ഭാര്യ ലീഡറും ഞാൻ ഫോളോവറുമാവും. ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയണ്ടായിരിക്കില്ല, അപ്പോൾ അത് ഭാര്യ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ലീഡറും ഭാര്യ ഫോളോവറും ആവും. അപ്പോൾ നമ്മൾ ഈ ലീഡറുടെ റോളും അതുപോലെ തന്നെ ഫോളോവറുടെ റോളും രണ്ടും ഈ മാരേജ് ലൈഫിൽ വരും. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ അവരോട് ചോദിക്കുക, അവർക്കറിയാത്ത കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നമ്മൾ ലീഡറായിട്ടും ഫോളോവറായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വാലിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ മാരേജ് ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തികളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഈ പെട്ടെന്ന് ഫോർഗീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു ചിന്ത വേണം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ ചിന്തയില്ലാതെ വരുമ്പോഴാണ് ഇത് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളമൊക്കെ പ്രശ്നങ്ങൾ നീണ്ടുപോവുക.
അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിലും ഒക്കെ അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണോ? വലിയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയും ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാവണം, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം, ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കണം, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം, ഒരുപാട് ആളുകളുടെ റെസ്പെക്റ്റ്, പ്രീതി ഇതൊക്കെ എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു 2 days റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ട്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാമ്പിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, സ്വപ്നങ്ങൾ എന്താണോ, അതെന്ത് തന്നെയാണെങ്കിലും അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സീക്രട്ടുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തീരെ അറിയാത്ത ആളുകൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക്കിൻ്റെ സെഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വസ്തുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള രഹസ്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോവുക. 2 day റെസിഡൻഷ്യൽ ക്യാമ്പാണ്. ഇതിൽ വെറും ഒരു ക്ലാസ് മാത്രമല്ല, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, തിയറി മാത്രമല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാതെ 2 ദിവസം, ഒരു ദിവസം നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അടിച്ച് പൊളിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ടെക്നിക്കുകളും ടൂൾസുകളും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാമ്പ് കഴിഞ്ഞിറങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ഡ്രീം ചെയ്യുന്ന ആ ഒരു സ്വപ്നം എന്താണോ, ആ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളെല്ലാം ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുക. ജൂലൈ 1, 2 തീയതികളിലാണ് നടക്കുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്യുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമ്പിൽ വെച്ച് കാണാം. താങ്ക്